ഭഗവത്ഗീതയിലെ 1-ാം അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകം ദുര്യോധനൻ തന്റെ ഗുരുവായ ദ്രോണാചാര്യരോട് സംസാരിക്കുന്നതാണ്. ഇതിൽ ദുര്യോധനന്റെ കുതന്ത്രവും അസൂയയും വ്യക്തമായി കാണാം. ആദ്യം നമുക്ക് ശ്ലോകവും അതിന്റെ ലളിതമായ അർത്ഥവും നോക്കാം. അതിനുശേഷം അതിന്റെ ആഴത്തിലുള്ള അർത്ഥത്തിലേക്ക് കടക്കാം. ശ്ലോകമാണ്ട് ലളിതമായ അർത്ഥം: പശ്യേതാം പാണ്ഡുപുത്രാണാമാചാര്യ മഹതീം ചമൂമ വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. അർത്ഥം: ദുര്യോധനൻ പറഞ്ഞു, ഹേ ആചാര്യ, അങ്ങയുടെ ബുദ്ധിമാനായ ശിഷ്യനും ദ്രുപദന്റെ മകനുമായ ധൃഷ്ടദ്യുമ്നനാൽ വ്യൂഹമായി അണിനിരത്തപ്പെട്ടിരിക്കുന്ന പാണ്ഡവരുടെ ഈ വലിയ സൈന്യത്തെ നോക്കൂ. ശ്ലോകത്തിന്റെ ആഴമേറിയ തത്വചിന്ത ബാഹ്യമായി ഇതൊരു സൈന്യത്തെ കാണിച്ചു കൊടുക്കൽ മാത്രമാണ്. എന്നാൽ ദുര്യോധനൻ തന്റെ ഗുരുവിനെ വാക്കുകൾ കൊണ്ട് പ്രകോപിപ്പിക്കാൻ ഉപയോഗിച്ച കുതന്ത്രങ്ങൾ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. 1. ഗുരുവിനെ കുറ്റപ്പെടുത്തുന്ന ഭാവം. ദുര്യോധനൻ ദ്രുപദന്റെ മകനെ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ദ്രോണാചാര്യരും ദ്രുപദനും തമ്മിൽ പണ്ട് വലിയ ശത്രുതയുണ്ടായിരുന്നു. ദ്രോണാചാര്യരെ വധിക്കാൻ വേണ്ടിയുള്ള ഒരു മകന് ലഭിക്കാനാണ് ദ്രുപദൻ യാഗം നടത്തിയത്. അതറിഞ്ഞിട്ടും ദ്രുപദന്റെ മകൻ വിദ്യ പഠിക്കാൻ വന്നപ്പോൾ ഒരു ഉത്തമനായ ഗുരു എന്ന നിലയിൽ ദ്രോണാചാര്യർ അവന് എല്ലാ അറിവുകളും പകർന്നു നൽകി. ദുര്യോധനൻ ഇവിടെ ഗുരുവിനെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങ് അന്ന് കാണിച്ച ദയ കാരണമാണ് ഇന്ന് അയാൾ നമുക്കെതിരെ സൈന്യത്തെ നയിക്കാൻ പ്രാപ്തനായത് എന്നാണ്. 2. അസൂയയും പ്രകോപനവും. അങ്ങയുടെ ബുദ്ധിമാനായ ശിഷ്യൻ എന്ന് പരിഹാസത്തോടെ പറയുന്നതിലൂടെ ദുര്യോധനൻ ഗുരുവിന്റെ ഉള്ളിൽ പാണ്ഡവരോടുള്ള ദേഷ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പാണ്ഡവരോട് ഗുരുവിന് എപ്പോഴും ഒരു പ്രത്യേക സ്നേഹമുണ്ടെന്ന് ദുര്യോധനന് അറിയാമായിരുന്നു. യുദ്ധക്കളത്തിൽ ഗുരു പാണ്ഡവരോട് ദയ കാണിക്കാതിരിക്കാൻ അവരെല്ലാവരും ഒരൊറ്റ ശത്രുപക്ഷമാണെന്ന് വരുത്തി തീർക്കുകയാണ് ദുര്യോധനൻ. 3. നന്മയുടെ ശക്തിയെ ഭയപ്പെടുക. തന്റെ ഭാഗത്ത് വലിയ സൈന്യവും ഭീഷ്മരെ പോലെയുള്ള മഹാന്മാരും ഉണ്ടായിട്ടും ദുര്യോധനൻ പാണ്ഡവരുടെ സൈന്യത്തെ വലിയ സൈന്യം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തെറ്റിന്റെ ഭാഗത്ത് നിൽക്കുന്നവർക്ക് സ്വന്തം ശക്തിയിൽ വിശ്വാസമുണ്ടാകില്ല. അവരുടെ ഉള്ളിലെ ഭയം കാരണം ശത്രുക്കളുടെ ശക്തി എപ്പോഴും വളരെ വലുതായി അവർക്ക് തോന്നും. ചുരുക്കത്തിൽ, നമ്മുടെ ഉള്ളിലെ തിന്മയുടെ ചിന്തകൾ സ്വന്തം നിലനിൽപ്പിനായി വിദ്വേഷവും കുതന്ത്രങ്ങളും ഉപയോഗിക്കും. സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കാൻ മറ്റുള്ളവരുടെ പഴയകാല തീരുമാനങ്ങളെ കുറ്റപ്പെടുത്തുന്ന മനുഷ്യസഹജമായ സ്വഭാവത്തെയാണ് ദുര്യോധനനിലൂടെ ഈ ശ്ലോകം കാണിച്ചു തരുന്നത്.